നമസ്കാരം. അപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവിയിലെത്തിയതിനു ശേഷം ശരിക്കും സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മീഡിയാസ് അടക്കം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഓരോ രംഗങ്ങളുമാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആക്രമണത്തിനെതിരെ കടുത്ത പ്രതികരണവുമായ ഒരു പ്രേക്ഷകനെ നമുക്ക് മുൻപിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുപോകാം. കേന്ദ്രമന്ത്രി പദവിയിലെത്തിയതിനു ശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല മെമ്പറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒത്തിരി മീഡിയകളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രംഗങ്ങളാണ് കണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത്? ഒരു നടനെന്നുപരി നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു പ്രേക്ഷകന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു മൂല്യതയുള്ള വാക്കുകൾ കേട്ടില്ലേ? സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നല്ലൊരു മെമ്പർ ആണെന്നാണ് അദ്ദേഹം വീണ്ടും തുറന്നു പറയുന്നത്. ഒരുപാട് പേർക്ക് പുള്ളി സഹായങ്ങൾ ചെയ്യുന്നൊരു നല്ലൊരു വ്യക്തിത്വം. പുള്ളി ഒരു നല്ല മനുഷ്യനാണെന്നാണ് എന്റെ അഭിപ്രായം. മനഃപൂർവ്വം ചെയ്യുന്ന ഓരോ സ്ക്രിപ്റ്റുകളായിട്ടാണ് തോന്നുന്നത്. ആദ്യം സ്ത്രീജനങ്ങളെ വിട്ടിട്ടാണ് ഏൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അഭിഷേപിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ വീഡിയോ കണ്ടത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലായ നിങ്ങളുടെ പ്രതികരണം എന്തായാലും? നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടസ്സപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുക? നമ്മള് സാധാരണക്കാരന് കഴുതകളാണല്ലോ. നമ്മളെ പോലുള്ളവർക്ക് പ്രതികരിക്കാനായിട്ട് പറ്റൂല. സാധാരണക്കാരൻ പ്രതികരിച്ച അത്ര പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തിയപ്പോൾ കൈതട്ടി മാറ്റിയതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ സാധാരണക്കാരെന്നെതിരെ എതിർക്കില്ല. ശരി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നമുക്ക് വ്യക്തമാക്കി പറയാനുള്ളത്? എന്താണ് അഭിപ്രായം? ചെയ്യും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രതികരണം? ഈ സുരേഷ് ഗോപി പ്രതികരിച്ചതുപോലെ ആയിരിക്കും അല്ലെങ്കിൽ അതിന് മേലായിരിക്കും? നമ്മളാകുമ്പോ പിന്നെ നമുക്ക് മേലും കീഴും നോക്കാനില്ല. ചിലപ്പോ നമ്മള് കൈ പൊക്കി തിരിക്കും, തെരുവറിഞ്ഞ് തിരിക്കും. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ നല്ല വ്യക്തിത്വമാണ്. അതുകൊണ്ട് പുള്ളിയുടെ രീതിയിൽ പ്രതികരിച്ചു. പക്ഷെ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ട് പോലും അത് ആ ഒരു ന്യൂസ് വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഈ ഓരോ മീഡിയാസും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ശരിക്കും നമുക്ക് വ്യക്തിപരമായ രീതിയിൽ സമൂഹത്തിൽ നല്ലൊരു പ്രവർത്തനം നടത്തുന്ന ആ ഒരു വ്യക്തി കരിവാരി തേക്കുന്ന രംഗങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതികരണം? അല്ലെങ്കിൽ നല്ലത് ചെയ്യണവരാരും പൊക്കിക്കൊണ്ടുവരൂലല്ലോ. പ്രത്യേകിച്ച് മീഡിയ. അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. കണ്ടന്റ് വേണ്ടി അവരെന്തും വേണമെങ്കിലും ചെയ്യും. പട്ടീനെ പൂച്ചയാക്കും, പൂച്ചനെ മങ്കിയാക്കും. വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഈ ഒരു പ്രേക്ഷകൻ തുറന്നു പറയുന്നത്. പട്ടിയെ പൂച്ചയാക്കും, പൂച്ചയെ പട്ടിയാക്കും അല്ലേ? ശരിക്കും ഒരു വ്യക്തിയെ കോമാളിയാക്കി മാറ്റുന്ന തരത്തിലാണ് ഓരോ തന്തയ്ക്ക് പിറക്കാത്ത ഒത്തിരി മീഡിയാസ് ഉണ്ട്. അവരാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതേപോലുള്ള മാധ്യമങ്ങൾ ശരിക്കും ഇല്ലാതെയാക്കണമെന്നാണോ നിങ്ങളുടെ പ്രതികരണം? നല്ല കാര്യം. ഒരു വ്യക്തി ഹത്യ ചെയ്യുന്ന, ലൈവായിട്ട് വ്യക്തി ഹത്യ ചെയ്യുന്ന മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണോ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ആഗ്രഹം? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു അഭിപ്രായം? ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്. അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി പദവി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ലൊരു സാമൂഹിക പ്രവർത്തനമായിരുന്നു. പുള്ളിക്ക് പറ്റുന്നതിനും ചില പരിധികളൊക്കെ എല്ലാരും ഒരു പരിധി വിട്ടൊന്നും കളിക്കൂല. പുള്ളി ആ പരിധി കടന്ന് പുള്ളി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. പദവി കിട്ടിയതിന് ശേഷമാണ് ഈ മീഡിയാസ് വഴിയുള്ള ആക്രമണങ്ങൾ അത് തന്നെ ഇത്തിരി കൂടി വന്നത്. തീർച്ചയായിട്ടും ഒരു 100-ൽ എത്ര ശതമാനമാണ് സുരേഷ് ഗോപിക്കൊപ്പം? 100-ൽ 100% അല്ല, 150% പുള്ളിയോടൊപ്പം. പാർട്ടിക്കാരെ നോക്കിയില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മെമ്പർ ഇതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാർട്ടിയോ ജാതിയോ മതമോ നോക്കാതെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു സെക്കൻഡ് വരെ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് പറയും അതിനെ കുറിച്ച്? പുള്ളി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നി. ഞാനൊരു പാർട്ടിയിലും ഇല്ല. ഞാനൊരു പച്ച മനുഷ്യനാണ്, ഒരു കലാകാരനാണ്. അപ്പൊ നമുക്കിങ്ങനെ ഓരോ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആരെയും സംസാരിക്കാറില്ല. നമ്മള് ഒരു പാർട്ടിയിലും ഇല്ല. ഫ്രീ ആയിട്ട് കിടക്കണ നല്ലത്. സുരേഷ് ഗോപി ഒരു പച്ച മനുഷ്യനായിട്ട് പറയാതെ. അതെ, പുള്ളി ഒരു പച്ച മനുഷ്യനാണ്. ഓപ്പൺ മൈൻഡാണ്. ഏതൊരു കാര്യത്തിനും ഓപ്പൺ ആയിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതെ, നല്ലൊരു വ്യക്തിത്വം. അതെ അതെ, തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഇനിയിപ്പോ അടുത്ത സിനിമയിലേക്ക്, ഇനിയുള്ള സിനിമകളിലേക്ക് അവസരങ്ങൾ നിർത്തിവെച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അഭിനയിക്കേണ്ട എന്ന് പറയുന്നത് അതിനോട് താൻ യോജിക്കുന്നുണ്ട്? ഇത് പാർട്ടി സംബന്ധമായിട്ട്, അതായത് കേന്ദ്രമന്ത്രി പദവി ലഭിച്ചതിന് ശേഷം
സുരേഷ് ഗോപിക്ക് വാണിംഗ് ആണ് ഈ സിനിമകളിൽ അഭിനയിക്കേണ്ട. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്, ഏറ്റവും ആദ്യപടിയിൽ നിൽക്കുന്നതാണ് സിനിമ എന്ന് പറയുന്ന ആ ഒരു ജീവിതം. അപ്പൊ അദ്ദേഹത്തിനോട് അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞതിൽ എന്താണ്? ഒരു കലാകാരൻ എന്നൊരു നിലയിൽ പുള്ളിയുടെ പുതിയ പുതിയ നമ്പറുകൾ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കണേ. പുള്ളി ഒന്ന് കുറച്ചാള് സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് പുള്ളി തിരിച്ചു വന്നത് ഒരു വലിയൊരു തിരിച്ചുവരവായിരുന്നു. വന്ന ക്യാരക്ടറുകൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു. അത് നമുക്ക് പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കണേയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്തയായിട്ടത്. നല്ല വിഷമമുണ്ട് അതിൽ. ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു പദവിക്ക് അനുയോജ്യമല്ലേ? അതായത് നമ്മളും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടതല്ല. അദ്ദേഹം വലിയൊരു തലത്തിലാണ്, വലിയൊരു പദവിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു എന്റർടൈൻമെന്റ് മാറ്റിവെക്കണം, അഭിനയം മാറ്റിവെക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും സങ്കടം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യുന്നതിന് തടസ്സം വരുത്തുകയാണെങ്കിൽ ഈ ഒരു സിനിമ മാറ്റിവെക്കുന്നതല്ലേ നല്ലത്? സിനിമകൾ മാറ്റിവെക്കുന്നതല്ലേ നല്ലത്? രണ്ടും കൂടി പുള്ളി കൊണ്ടുപോയിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും സിനിമകൾ ബ്രേക്ക് ചെയ്യേണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതെ അതെ. സുരേഷ് ഗോപിയിൽ നിന്ന് ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങൾ മുൻപിലേക്ക് വരാൻ ബിഗ് സ്ക്രീനിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയും കാത്തിരിക്കുന്നത്. അതെ അതെ. ആ കോടീശ്വരൻ എന്നുള്ള പരിപാടിയിൽ പുള്ളിനെ ഒന്നുകൂടി കാണുന്നുണ്ട്. ശരിക്കും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ട ഏത് ചിത്രമാണ്? അവസാനം കണ്ടത് പാപ്പൻ. എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് പറയാമോ? പുള്ളിനെ കുറിച്ച് പറയുമ്പോ മറ്റേ പാപ്പുല്ലേ, അതുള്ള മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമ്മയും കൂട്ടിക്കൊടിച്ച് ആ ഡയലോഗാണ് ഇഷ്ടം. വേറെ തലത്തിലുള്ള ഒരു ഡയലോഗ് തന്നെയാണ് അല്ലെ? അതെ, പുള്ളിയുടെ അത്രയും നല്ലൊരു ഡയലോഗ് ഡെലിവറി ഉള്ള വേറൊരു നടൻ വേറെ ഇല്ല. കാരണം ഭയങ്കര ചടുലമായിട്ടുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കില്ല, ഒറ്റ ഷോട്ടിൽ തീർക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതും ഈ ഹെവി ആയിട്ടുള്ള ഡയലോഗുകൾ ഒറ്റ ടേക്കിലാണ് സുരേഷ് ഗോപിക്ക് പോകുന്നത്. സുരേഷ് ഗോപി പറയുന്നതെന്ന് കേട്ടറിയുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഴിവാണ്. ഇപ്പോൾ ഉള്ള നടന്മാര് സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, എന്നാലേ പറയുള്ളൂ. അതെ അതെ അതെ, എടുക്കേണ്ടി വരും. ഇപ്പൊ നടന്മാര് കുറെ ഫിലിം വേസ്റ്റ് ആക്കും എന്ന് പറയുന്നത്. പുള്ളി ഒറ്റ ടേക്കിൽ തന്നെ പുള്ളി ഡെലിവറി നടത്തും ഡയലോഗ്. അപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സാറിനെ പുകഴ്ത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പൊക്കിപ്പറയുന്നതിന് വേണ്ടി വന്നൊരു വീഡിയോ അല്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റും പല നന്മകളും ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. നന്മകളും ചെയ്യുന്നത് നമ്മൾ നേരിൽ കണ്ടറിഞ്ഞതാണ്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി പദവി കിട്ടുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ഓരോ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നമ്മൾ നേരിൽ കണ്ടറിഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.